പ്രൊഫസർ ഹമീദ് ചേന്നമംഗല്ലൂർ നമ്മളോട് തുടർച്ചയായി സംസാരിച്ചു വന്നതാണ്. ചെറിയൊരു ഇടവേള വന്നതിൽ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്, ഖേദമുണ്ട്. അദ്ദേഹം വീണ്ടും നമ്മളോട് സംസാരിച്ചു തുടങ്ങുന്നു. ഇന്ന് അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രവാദം, ഏതൊരു മതരാഷ്ട്രവാദവും പോലെ, ഈ ഇസ്ലാമിക രാഷ്ട്രവാദം പോലെ, അല്ലെങ്കിൽ അതിന് സമാന്തരമായി ഉന്നയിക്കപ്പെടുന്ന ഹിന്ദുത്വ രാഷ്ട്രവാദം, അടിസ്ഥാനപരമായി മതരാഷ്ട്രവാദം എന്ന സങ്കല്പം, അത് ഭൂമിയിലാകെ ഉണ്ടാക്കുന്ന ആശങ്ക, രണ്ടിന്റെയും മാതൃകകൾ, എല്ലാതരം മതരാഷ്ട്രവാദങ്ങളുടെയും മാതൃകകൾ, അത് ഭൂമിക്ക് നൽകിയ സംഭാവനകൾ, പ്രത്യാഘാതങ്ങൾ, ഇങ്ങനെ ഒരു സാഹചര്യത്തില് മതരാഷ്ട്രവാദങ്ങളുടെ ബഹുമുഖങ്ങൾ, അതിനെക്കുറിച്ചുള്ള മൗലികമായ, ആശയപരമായ, സൈദ്ധാന്തികമായ ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്രഭാഷണമാണ് അല്പസമയം ഹമീദ് മാഷ് എപ്പോഴും അത്തരം വിഷയങ്ങളെ കുറിച്ച് വളരെ ആധികാരികമായി പറഞ്ഞു വരുന്ന ഒരാളാണ്. ഹമീദ് സാർ, താങ്കൾ സംസാരിച്ചു തുടങ്ങൂ സാർ, പ്ലീസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ സക്രിയമായിട്ടുള്ള രണ്ട് സംഘടനകൾ തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന RSSഉം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയും. ഈ രണ്ട് സംഘടനകൾ വാസ്തവത്തിൽ ഐഡിയോളജിക്കൽ കസിൻസാണ്, പ്രത്യയശാസ്ത്ര മച്ചുനന്മാരാണ്. അവ തമ്മിൽ വളരെയേറെ സാദൃശ്യമുണ്ട്, ആശയതലത്തിലും പ്രത്യയശാസ്ത്ര തലത്തിലും. ഒന്നാമതായി, RSS പ്രതിനിധാനം ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിലാണ്, രാഷ്ട്രീയ ഹിന്ദുമതത്തിലാണ്. മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാമിനെയാണ്. ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള സാദൃശ്യം, ഒരു 5-6 സാദൃശ്യം നമുക്ക് വളരെ തെളിഞ്ഞ് കാണാവുന്നതാണ്. ഒന്ന്, രണ്ട് സംഘടനകളും മതനിരപേക്ഷത അഥവാ സെക്യുലറിസം അംഗീകരിക്കുന്നില്ല. RSS പറഞ്ഞു പോകുന്നത് മതനിരപേക്ഷത അല്ലെങ്കിൽ സെക്യുലറിസം അഭാരതീയമായ സങ്കല്പമാണ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ തുടക്കം തൊട്ട് 1941 തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മതനിരപേക്ഷത പാശ്ചാത്യ സങ്കല്പമാണ്. അഭാരതീയ സങ്കല്പമായതുകൊണ്ട് RSSനും പാശ്ചാത്യ സങ്കല്പമായതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കും സെക്യുലറിസം സ്വീകാര്യമല്ല. സെക്യുലറിസത്തിൽ മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന കാഴ്ചപ്പാടാണുള്ളത്. മതം വേറെ, രാഷ്ട്രീയം വേറെ, അല്ലെങ്കിൽ മതം വേറെ, ഭരണം വേറെ എന്ന കാഴ്ചപ്പാടാണ് സെക്യുലറിസത്തിലൂടെ. അത് എവിടെയായാലും, പാശ്ചാത്യ രാജ്യങ്ങളിലായാലും പൗരസ്ത്യ രാജ്യങ്ങളിലായാലും, സെക്യുലറിസത്തിന്റെ അടിസ്ഥാനമായ തത്വം മതം വേറെ, രാഷ്ട്രീയം വേറെ എന്നുള്ളതാണ്. ഈ തത്വം രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നില്ല. അവരുടെ വീക്ഷണപ്രകാരം മതമുക്തമായ രാഷ്ട്രീയം ധാർമ്മികമായിരിക്കില്ല എന്നതാണ്. രാഷ്ട്രീയം ധാർമ്മികമാകണമെങ്കിൽ, അല്ലെങ്കിൽ അധാർമികമാകാതിരിക്കണമെങ്കിൽ രാഷ്ട്രീയം മതമുക്തമായിക്കൂടാ എന്നുള്ള കാഴ്ചപ്പാടാണ് രണ്ടു കൂട്ടരും ചിരകാലമായിട്ട് മുന്നോട്ട് വെച്ച് പോന്നിട്ടുള്ളത്. രണ്ടാമത്തെ സാമ്യം, ഇരു സംഘടനകളും ജനാധിപത്യം അംഗീകരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി വളരെ വ്യക്തമായിട്ട്, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പറഞ്ഞു വെച്ചിട്ടുള്ളത്, ജനാധിപത്യത്തിൽ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്ഷണം അനുസരിച്ച് പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാകാൻ പാടില്ല. അത് അള്ളാഹുവിൽ നിക്ഷിപ്തമായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൽ നിക്ഷിപ്തമായിരിക്കണം. ദൈവത്തിൽ പരമാധികാരം നിക്ഷിപ്തമാകാത്ത ഒരു വ്യവസ്ഥിതിയാണ് ജനാധിപത്യ വ്യവസ്ഥിതി. അതുകൊണ്ട് ജനാധിപത്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റാത്ത ഒരു വ്യവസ്ഥയാണ് എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാട്. RSS അതിൻ്റെ
പ്രധാനപ്പെട്ട രേഖകളിലൊക്കെ പറഞ്ഞു പോന്നിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ സ്വാഭാവികമായ അവകാശമുള്ള രാജ്യമാണ് എന്നാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാഭാവിക അവകാശികൾ ഹിന്ദുക്കളാണ് എന്ന കാഴ്ചപ്പാടാണ് ഹെഡ്ഗെവാർ തൊട്ട് മാധവ സദാശിവ ഗോൾവൽക്കർ വരെയുള്ള ആൾക്കാരും ഇപ്പോഴുള്ള ആൾക്കാരുമൊക്കെ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം. അതായത് അഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ഒന്നുകിൽ ഇവിടെ അക്രമികളായിട്ടോ അല്ലെങ്കിൽ അതിഥികളായിട്ടോ വന്നവരാണ്. ഉദാഹരണത്തിന് മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവർ, അല്ലെങ്കിൽ പാർസികൾ, ഇവരൊന്നും ഈ രാജ്യത്ത് വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല. അവരുടെയൊക്കെ മതങ്ങളുടെ ഉൽപ്പത്തി വിദേശങ്ങളിലാണ്. അവർ ഇവിടെ ഒന്നുകിൽ അക്രമികളായിട്ട് വന്നു, അല്ല അതിഥികളായിട്ട് വന്നു. അതുകൊണ്ട് അവരെ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാട് RSSനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആ അർത്ഥത്തിൽ ജനാധിപത്യത്തെ നിരാകരിക്കുന്ന സംഘടനയാണ് RSS. മൂന്നാമത്തെ സാമ്യം, രണ്ട് സംഘടനകളും ഭൂമിശാസ്ത്രപരമായ ദേശീയത അംഗീകരിക്കുന്നില്ല എന്നതാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയത സങ്കല്പം സാംസ്കാരിക ദേശീയത എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ്. കൾച്ചറൽ നാഷണലിസം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ്. കൾച്ചറൽ നാഷണലിസം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 143 കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ 143 കോടി ജനങ്ങളും ഹിന്ദു സംസ്കാരം അംഗീകരിക്കുന്നുവെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. കാരണം ദേശീയത സാംസ്കാരികമാണ്. പക്ഷേ ഇന്ത്യയിൽ വളരെ വലിയൊരു വിഭാഗം അത്തരം ഒരു കാഴ്ചപ്പാട് അംഗീകരിക്കാത്തവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് കോമ്പസിറ്റ് നാഷണലിസമാണ്, സങ്കര ദേശീയതയാണ്. എല്ലാ മതക്കാരെയും, എല്ലാ ജാതിക്കാരെയും, എല്ലാ ഭാഷക്കാരെയും ഉൾക്കൊള്ളുന്ന ഒരു കോമ്പസിറ്റ് സമ്മിശ്ര ദേശീയതയാണ് ഇന്ത്യയിലുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, മൗദൂദി എഴുതിയ ഒരു ലഘുലേഖയുണ്ട്. ആദ്യം ലഘുലേഖ രൂപത്തിൽ വന്നു, അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ആദ്യത്തെ പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നായിരുന്നു. പിൽക്കാലത്ത് അവർ ആ ശീർഷകം മാറ്റിയിട്ട് അവർ ദേശീയത്വം, ജനാധിപത്യം, മതേതരത്വം ഒരു താത്വിക വിശകലനം എന്നാക്കി മാറ്റി. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മാനിഫെസ്റ്റോ ആണ് ഈ പുസ്തകം, ഈ ചെറിയ പുസ്തകം. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക ഗുരുവായ മൗദൂദി പറയുന്നത് ദേശീയതയും ജനാധിപത്യവും മതനിരപേക്ഷതയും ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്നാണ്. ഈ മൂന്ന് ആശയങ്ങളുമായിട്ട് യോജിക്കുന്ന ഒരു പോയിന്റ് പോലും ഇസ്ലാമിലില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മാനിഫെസ്റ്റോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചെറു ഗ്രന്ഥത്തിൽ മൗദൂദി എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന കാഴ്ചപ്പാട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യം പാടില്ല, ഭൂമിശാസ്ത്രപരമായ ദേശീയത പാടില്ല, അതുപോലെ മതനിരപേക്ഷത പാടില്ല. പിന്നെ ദേശീയതയുടെ കാര്യത്തിൽ അവരുടെ നിലപാടെന്താ? അവരുടെ നിലപാട് സാർവദേശീയ ഇസ്ലാമിക സാർവദേശീയത എന്നതാണ്. അതായത് ഒരൊറ്റ സമുദായമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളും അമേരിക്കയിലോ യൂറോപ്പിലോ ചൈനയിലോ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ ജീവിക്കുന്ന മുസ്ലിങ്ങളെല്ലാം ഒരു സമുദായമാണ്. അത് ദേശീയതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കുള്ള ഇസ്ലാമിക സാർവദേശീയതയാണ്, അല്ലാതെ ഭൂമിശാസ്ത്രപരമായ ദേശീയത മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും കാഴ്ചപ്പാട്. നാലാമതായി, RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെ സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയും എതിർത്തു പോന്നിട്ടുണ്ട്. RSSന്റെ താത്വികാചാര്യനായ ഗോൾവൽക്കറുടെ പ്രസിദ്ധമായ വിചാരധാര എന്ന പുസ്തകത്തിൽ ആഭ്യന്തര ശത്രുക്കളുടെ പട്ടിക നൽകിയിട്ടുണ്ട്.
ആ പട്ടികയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസത്തെയും ആഭ്യന്തര ശത്രുവായിട്ടാണ്, ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുവായിട്ടാണ് MS ഗോൾവൽക്കർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനാകട്ടെ, അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പരാമർശിച്ച കീഴിൽ പറയുന്നത് ഒരു ജർമ്മൻ യഹൂദിയുടെ പ്രതികാര ബുദ്ധിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതും റഷ്യയിൽ തഴച്ചു വളർന്നതുമായ വിഷച്ചെടിയാണ് കമ്മ്യൂണിസം എന്നാണ്. അതായത് മൗദൂദിയുടെ കാഴ്ചപ്പാടനുസരിച്ച് കമ്മ്യൂണിസം വിഷച്ചെടിയാണ്. RSSന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുവാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസത്തെ മാത്രമല്ല സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളെയും ഈ രണ്ട് കൂട്ടരും തള്ളിക്കളയും. അഞ്ചാമതായി, ഈ രണ്ട് സംഘടനകൾക്കും ഒരു മതരാഷ്ട്ര സങ്കല്പമുണ്ട്. RSS സംസാരിച്ചു പോകുന്നതും ഇപ്പോഴും സംസാരിക്കുന്നതും ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും സംസാരിച്ചു പോന്നിട്ടുള്ളത് ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ചാണ്. അപ്പോൾ രണ്ട് കൂട്ടരും ഒരു തിയോക്രാറ്റിക് സങ്കല്പം മുന്നോട്ട് വെക്കുന്ന സംഘടനകളാണ്. ആറാമതായി, RSSന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വിചാര രീതിയിൽ ഫാഷിസ്റ്റ് പ്രവണത പ്രകടമാണ്. രണ്ടു കൂട്ടരും ഒരു കാലത്ത് നാസി പാർട്ടിയെ, ഹിറ്റ്ലറുടെ പാർട്ടിയെ നല്ല പാർട്ടിയായിട്ട് വീക്ഷിച്ചവരാണ്. അതിനെ മാതൃകയാക്കണം എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ആ കാലത്ത്, അതായത് 1940-കളിൽ. ഇപ്പോഴും അവരുടെ വിചാര രീതി ഒരിക്കലും മാറിയിട്ടില്ല. ഉദാഹരണത്തിന് RSSന്റെ താത്വിക ആചാര്യനായ ഗോൾവൽക്കർ അദ്ദേഹത്തിന്റെ നാം അഥവാ നമ്മുടെ രാഷ്ട്രത്തിന്റെ നിർവചനം എന്ന പുസ്തകത്തിൽ, ഇംഗ്ലീഷിൽ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന ആ പുസ്തകത്തിൽ പറയുന്നത്, അഹിന്ദുക്കൾ, ഇന്ത്യയിലെ അഹിന്ദുക്കൾ ഒന്നുകിൽ ഹിന്ദുക്കളുടെ പാരമ്പര്യങ്ങളും സംസ്കാരവും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വേണം, അല്ലെങ്കിൽ അവർ ഈ രാജ്യത്ത് യാതൊരു അവകാശങ്ങളുമില്ലാത്ത, പൗരാവകാശങ്ങൾ പോലുമില്ലാത്ത ആളുകളായിട്ട് ഹിന്ദുക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ, ഒതുങ്ങി ജീവിക്കാൻ തയ്യാറാകണം എന്നാണ്. ഇതിനേക്കാൾ വലിയ ഒരു ഫാഷിസ്റ്റ് ആശയമുണ്ടോ? ഒരു രാജ്യത്ത്, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ജീവിക്കുന്ന അഹിന്ദുക്കളുണ്ട്. അവർക്കിവിടെ യാതൊരു അവകാശവും ഉണ്ടാവില്ല, പൗരാവകാശം പോലും ഉണ്ടാവില്ല. ഉണ്ടാകണമെങ്കിൽ അവർ ഹിന്ദു സംസ്കാരവും ഹിന്ദു ഭാഷയുണ്ടെങ്കിൽ അത്, എന്ന് വെച്ചാൽ സംസ്കൃതം, അതുപോലെ ഹിന്ദിയാണ് ഹിന്ദി, അതൊക്കെ സ്വീകരിക്കണം. അല്ലെങ്കിൽ അവർ ഹിന്ദു വിഭാഗത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അവകാശങ്ങളില്ലാതെ ഇവിടെ ജീവിച്ചു കൊള്ളണമെന്നാണ് ഗോൾവൽക്കർ പറഞ്ഞത്. മൗദൂദി, സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിങ്ങളെ കുറിച്ച് പോലും മൗദൂദി മുന്നോട്ട് വെച്ച ആശയം എന്താണ്? മൗദൂദി പറഞ്ഞത്, ഒരു മുസ്ലിം ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ അയാൾ വധിക്കപ്പെടണം എന്നാണ്. മുർത്തദ് എന്നാണ് അറബിയിൽ പറയുക. ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോകുന്നവർ മുർത്തദാണ്. മുർത്തദ് വധാർഹനാണ് എന്ന് ഖുർആൻ, അതുപോലെ ഹദീസ് തുടങ്ങിയ കാര്യങ്ങൾ മുന്നിൽ വെച്ച് ചില കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് മൗദൂദിയുടെ ഒരു പുസ്തകമുണ്ട്, മുർത്തദ് കി സസ ഇസ്ലാമി ഖാനൂൻ മേ എന്നാണ് ആ പുസ്തകം. ഉറുദു ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം. അതായത് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷ എന്നാണ് ആ പുസ്തകത്തിൽ ശീർഷകം. പുസ്തകത്തിൽ പറയുന്നത്, ഒരു മുസ്ലിം ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയാൽ അയാളെ കൊന്നുകളയണം എന്ന് മാത്രമല്ല, ആ പുസ്തകത്തിൽ പറയുന്നു, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ അന്യമതങ്ങൾക്ക് പ്രവർത്തിക്കാനോ പ്രചരിപ്പിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുന്നതല്ല എന്ന്. അപ്പൊ ഈ രണ്ടു കൂട്ടരും ഫാഷിസ്റ്റ് പ്രവണത മുന്നോട്ട് വെക്കുന്ന സംഘടനകളാണ്. അപ്പൊ ഞാൻ 6 സാദൃശ്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് നമുക്ക് തറപ്പിച്ചു പറയാം. തീർച്ചയായിട്ടും സാർ വളരെ വളരെ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച്. സമാന്തരമായി രണ്ട്, ഈ രാഷ്ട്രീയ ഹിന്ദുത്വം, രാഷ്ട്രീയ ഇസ്ലാം, ഇത് സാർ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളെപ്പോലുള്ളവരുടെ മനസ്സിലുണ്ടാകാവുന്ന ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംശയം കൂടി ദൂരീകരിച്ചാൽ അത് പൂർത്തിയാക്കാം നമുക്ക്.
ഇതൊക്കെ തന്നെ ഏതൊരു ആശയത്തിന്റെയും ഉത്ഭവഘട്ടത്തിൽ അതിന്റെ അങ്ങേയറ്റത്തെ എക്സ്ട്രീമായ അങ്ങേയറ്റം അതിന്റെ പാരമ്യത്തിൽ അതിന്റെ ആചാര്യന്മാർ അവതരിപ്പിക്കുന്ന ഒരു ആശയമാണെന്നും പുതിയ കാലത്ത് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ഇവരൊക്കെ തന്നെ പരുവപ്പെടുകയും സ്വന്തം ആചാര്യന്മാരെ തന്നെ ആവശ്യത്തിന് എഡിറ്റ് ചെയ്യുകയും പരിവർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ പ്രധാനപ്പെട്ട ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പല പ്രഭാഷണങ്ങളും പല നിലപാടുകളും പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മൗദൂദി അവർക്ക് ഇപ്പോ സമ്പൂർണമായി സ്വീകാര്യനാണോ? ഇതേ വാദം RSSന്റെ ആചാര്യന്മാരും പലപ്പോഴും കുറെ കൂടി വിപുലമായി വിശദീകരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോ ഞങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയം ഇതാണ്, പൊതുവെ തോന്നാവുന്ന ഒരു സംശയം ഇതാണ്. ഒരു കാലത്ത് ഈ ആശയത്തിന്റെ ഒരു ജനതയെ മൊബിലൈസ് ചെയ്യാനുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ആവിർഭാവ കാലഘട്ടത്തിലുള്ള ഒരു മൊബിലൈസിങ് ഫാക്ടർ എന്ന നിലയ്ക്കപ്പുറം ഇന്ന് അതിനപ്പുറത്ത് ജനങ്ങളെ പുതിയ യാഥാർത്ഥ്യത്തോടൊപ്പം ജനങ്ങളെ നയിക്കാനുള്ള ഒരു മൊബിലൈസിങ് ഫാക്ടർ എന്ന നിലയിലല്ലാതെ ഒരു പ്രാവർത്തിക മാതൃകയായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദം ഉയർത്തുകയോ RSS ഒരു ഭരണകക്ഷിയുടെ ഒരു ചാലക ശക്തി എന്ന നിലയിലല്ലാതെ തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ ഹിന്ദുത്വം സാർ ഈ പറയുന്ന ആശയതലത്തിൽ അവരുടെ ഏടുകളിൽ ഭദ്രമായിട്ടിരിക്കുന്ന ഒരു ആശയത്തെ പ്രയോഗതലത്തിൽ അവർ ഉന്നയിക്കുന്നുണ്ടോ, പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അവരുടെ എന്നൊരു സന്ദേഹം പ്രായോഗിക ജീവിതത്തിൽ എല്ലാവരും ഉന്നയിക്കുന്നതാണ്. സാർ അതുകൊണ്ട് വിശദീകരിച്ച് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ജമാഅത്തെ ഇസ്ലാമി 1990-കൾക്ക് ശേഷം ഇന്ത്യയിൽ മനസ്സിലാക്കുക, ഇന്ത്യയിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ 1947 ശേഷം പാകിസ്ഥാൻ പൗരനായി അവിടെയായിരുന്നു ജീവിച്ചത്. അദ്ദേഹത്തിന്റെ സംഘടന ഏറ്റവും കൂടുതൽ ബലപ്പെട്ടതും പാകിസ്ഥാനിലാണ്, പിന്നെ ബംഗ്ലാദേശിലാണ്. ആ രണ്ട് രാഷ്ട്രങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന്, അതായത് ആധുനിക മതനിരപേക്ഷത വേണ്ട എന്ന കാഴ്ചപ്പാടിൽ നിന്ന് ജനാധിപത്യം, അതായത് ദൈവത്തിന് പരമാധികാരം നൽകുന്നതിന് പകരം ജനങ്ങൾക്ക് പരമാധികാരം നൽകുന്ന ജനാധിപത്യ കാഴ്ചപ്പാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. ഇസ്ലാമിക ഗവൺമെന്റ്, ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നത് തന്നെയാണ് അവരുടെ കാഴ്ചപ്പാട്. എന്നാൽ ഇന്ത്യയിൽ 1990-കൾക്ക് ശേഷം ഇവിടെ BJP വളരുകയും ഹിന്ദുത്വ ശക്തി വളരുകയും അവർ അധികാരത്തിലെത്തുകയും ചെയ്തതിന് ശേഷം തങ്ങളുടെ നിലപാട് മാറ്റാതെ, തൽക്കാലം അതിൽ ഒരല്പം വെള്ളം ചേർക്കാതെ നിവൃത്തിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവർ ഈ കാര്യം ഒക്കെ ഒരല്പം മൃദുവായിട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇന്ന് വരെ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ ലക്ഷ്യം ഹുക്കൂമത്തെ ഇലാഹി എന്നതല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇഖാമത്തുദ്ദീനാണെന്നാ പറഞ്ഞത്. രണ്ടും തമ്മിൽ ഭാഷാപരമായിട്ടുള്ള വ്യത്യാസമല്ലാതെ യാതൊരു വ്യത്യാസവുമില്ല. അവരുടെ കാഴ്ചപ്പാടിലുള്ള ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ താൽക്കാലികമായിട്ട് അവരിങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു എന്ന തോന്നലുണ്ടാവുന്നു എന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് രണ്ടു കൂട്ടരും മതരാഷ്ട്രവാദികളായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് അവ തമ്മിലുള്ള ആ തരത്തിലുള്ള സാമ്യം ഇപ്പോഴും വളരെ പ്രസക്തമാണ്. വ്യക്തമാണ്, സാറിന്റെ നിലപാട് വളരെ കൃത്യമാണ്. ജമാഅത്തെ ഇസ്ലാമി നിവൃത്തികേട് കൊണ്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ, പ്രത്യേകിച്ച് സംഘപരിവാർ അധികാരത്തിൽ വന്ന ഇന്ത്യയിൽ നിവൃത്തികേട് കൊണ്ട് ഒളിച്ചു പിടിക്കുകയാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യമായ ഇസ്ലാമിക രാഷ്ട്രവാദം എന്നാണ് സാർ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമാന്തരമായ ഒരു ചോദ്യം കൂടി ആളുകളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഹിന്ദുവിന് ആ ദുര്യോഗം ഇല്ലല്ലോ. അവര് ജനാധിപത്യപരമായി തന്നെ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോ 10-12, നേരത്തെ തന്നെ വാജ്പേയിയുടെ കാലത്ത് വന്നു, നരേന്ദ്രമോദി ഇപ്പോ 11ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പലരും നമ്മള് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇന്ത്യയിൽ ആകെ പരത്തുന്ന ഒരു ഭീതി സാറു എൻഡോസ് ചെയ്യുന്നുണ്ടോ? ഭീതി ഇതാണ്: ഇന്ത്യ ഇതാ ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞിരിക്കുന്നു, രാഷ്ട്രീയ ഫാസിസം ഇന്ത്യയെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി ഇന്ത്യ ജനാധിപത്യ ഇന്ത്യ നിലവിലില്ല, അതുകൊണ്ട് ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ പോലും സാധ്യമല്ല തുടങ്ങിയ അങ്ങേയറ്റത്തെ ഭീതി, ഒരുതരം സംഘി ഫോബിയ എന്നൊക്കെ വിളിക്കുന്ന മട്ടിലുള്ള ഒരു ഭീതി ഇന്ത്യയിൽ പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമാന്തര രാഷ്ട്രീയവും ഇന്ത്യയിലുണ്ട്. അത് എങ്ങനെയാണ്? സാറും അത് ശരിവെക്കുന്നുണ്ടോ, അതോ സാർ അതിനെ ഒരു സൈദ്ധാന്തികൻ എന്ന നിലയിൽ എങ്ങനെ അതിനെ വിശദീകരിക്കുന്നു?
ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞുവെന്ന് RSSകാർ പോലും വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി മാറിക്കഴിയണമെങ്കിൽ ആദ്യം ഇന്ത്യയുടെ സെക്യുലർ ഭരണഘടന അടിമുടി അവർക്ക് അനുകൂലമായിട്ട് പൊളിച്ചെഴുതണം. അത് സംഭവിച്ചിട്ടില്ല. അതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ട ഭൂരിപക്ഷം അവർക്ക് ഇതുവരെ പാർലമെന്റിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവരുടെ തന്നെ ആളുകളാണല്ലോ പാർലമെന്റിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ നീക്കം ചെയ്യേണ്ട 2 വാക്കുകൾ സെക്യുലർ, സോഷ്യലിസ്റ്റ്. സെക്യുലറിസം പാടില്ല. സെക്യുലറിസം പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അവർക്ക് വേണ്ടത്? അവർക്ക് വേണ്ടത് ഹിന്ദു രാഷ്ട്രം, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. അല്ലെങ്കിൽ ഇന്ത്യ സെക്യുലറായിട്ട് നിന്നുകൊള്ളട്ടെ എന്ന് എന്തുകൊണ്ടാണ് BJPക്കാരോ RSSകാരോ പറയാത്തത്? ഇങ്ങനെയൊക്കെയുള്ള ബില്ലുകൾ വരുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്ന് സെക്യുലർ എന്ന വാക്ക് ഒഴിവാക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് RSS പറഞ്ഞിട്ടുണ്ടോ? വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞിട്ടുണ്ടോ? BJP പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനർത്ഥം അവിടെ ലക്ഷ്യം അതാണ്. എന്ന് വെച്ച് ഇപ്പോൾ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി കുറെ കാലമായിട്ട് പ്രവർത്തിച്ചു പോരുന്നു. അവർക്ക് ഇവിടെ BJPക്ക് വളരാൻ പറ്റിയ രൂപത്തിൽ വളരാൻ പോലും സാധിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ പാകിസ്ഥാനിൽ അവർക്ക് ഒരിക്കലും അവിടെ ദേശീയ തലത്തിൽ അധികാരത്തിലേറാൻ സാധിക്കുന്നില്ല. ഇവിടെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഭരണഘടന അതിന്റെ അടിസ്ഥാന ഘടന മാറ്റി എഴുതുവാനുള്ള ഭൂരിപക്ഷം അവർക്ക് കിട്ടാത്തിടത്തോളം കാലം ഇന്ത്യ ജനാധിപത്യ മതേതര രാഷ്ട്രമായിട്ട് തുടരും. പക്ഷെ എന്ന് അതിനുള്ള ഭൂരിപക്ഷം BJPക്ക് ലഭിക്കുന്നുവോ അപ്പോൾ സ്ഥിതിഗതികൾ മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ശരിയാണ് സാർ. താങ്കൾ വളരെ കൃത്യമായി സാർ അത് വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. പൊളിറ്റിക്കൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് പൊളിറ്റിക്കൽ ഹിന്ദുയിസവും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒരുപോലെ അപകടകരമാണ്. 2 കൂട്ടരും അതിന്റെ ലക്ഷ്യം ഉപേക്ഷിച്ചിട്ടില്ല. പ്രായോഗികമായി പൊളിറ്റിക്കൽ ഇസ്ലാം അത് ഒളിപ്പിച്ചു വെക്കുകയും പൊളിറ്റിക്കൽ ഹിന്ദുത്വം അതിന്റെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ജനാധിപത്യ പിന്തുണ കിട്ടുന്ന കാലം വരെ അത് ക്രമാനുഗതമായി ആ ലക്ഷ്യം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഭീഷണി ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് ഒഴിവാകുന്ന ഒരു ഭീഷണിയല്ല എന്നും 2ഉം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നുമുള്ള അങ്ങയുടെ നിലപാട് വളരെ കൃത്യമാണ്. അങ്ങേക്ക് ഇത് അവസാനിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അവസാന വാക്യം ചേർത്ത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ തൂവൽ പക്ഷികളാണ്. ആ നിലയ്ക്ക് വേണം നമ്മുടെ മതേതര രാഷ്ട്രീയ നേതൃത്വം ആ 2 സംഘടനകളെയും കാണാൻ. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ സെക്യുലർ പാർട്ടികൾ പൊതുവെ പറയുകയാണെങ്കിൽ RSS മാത്രമാണ് ഭീഷണി, മറ്റൊരു ഭീഷണിയല്ല എന്ന നിലപാട് കൈക്കൊള്ളുന്നു. അത് തെറ്റാണ്. ഇവിടെ RSS അധികാരത്തിൽ വരാം, അല്ലെങ്കിൽ BJP അധികാരത്തിൽ വരാം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനയ്ക്ക് ഇന്ത്യയിൽ ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അത്ര അങ്ങോട്ട് വിമർശിക്കാൻ പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു നമ്മുടെ സെക്യുലർ പാർട്ടികളിലെ പല നേതാക്കന്മാരും. അവർ മനസ്സിലാക്കാത്ത കാര്യം, ഇന്ത്യയിൽ RSSനെ അല്ലെങ്കിൽ BJPയെ അധികാരത്തിൽ വരുത്താനും അവർക്ക് 3/2 ഭൂരിപക്ഷം പാർലമെന്റിൽ കിട്ടാനും അല്ലെങ്കിൽ 4 അതിൽ കൂടുതൽ ഭൂരിപക്ഷം പാർലമെന്റിൽ കിട്ടാനുമുള്ള സ്ഥിതിവിശേഷം സംജാതമാക്കാൻ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ഇന്ത്യയിലെ പ്രവർത്തനം വഴിയൊരുക്കും എന്ന യാഥാർത്ഥ്യം മതേതര പാർട്ടി നേതൃത്വം കാണാൻ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള തീർച്ചയായിട്ടും ഇത്തരം ഗൗരവതരമായ വിഷയങ്ങളുമായിട്ട് ഹമീദ് സാർ ഇനിയും ABC പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.